പാൽ വിലയിലുണ്ടായ വർധന ക്ഷീര കർഷകർക്ക് വേണ്ടവിധം പ്രയോജനം ചെയ്യുന്നില്ലെന്ന് ആക്ഷേപം ഉയരുന്നു. അവധി ദിവസങ്ങളോ ഞായറാഴ്ചകളോ ഇല്ലാതെ എല്ലാ ദിവസവും മുഴുവൻ സമയ ജോലികളിൽ ഏർപ്പെടുന്നവരാണ് ക്ഷീര കർഷകർ. വലിയ വേനലും മഴയും കന്നുകാലികളുടെ ആരോഗ്യത്തെ മാത്രമല്ല പാൽ ഉൽപാദനത്തെയും ബാധിക്കുമ്പോഴും ഉപജീവനമാർഗം കൈവിടാതെ കർഷക വൃത്തിയിൽ തുടരുന്നവരാണ് പലരും. മിൽമ പാൽ വില ഉയർത്തിയ തീരുമാനം താൽക്കാലിക ആശ്വാസം മാത്രമാണെന്ന് കർഷകർ പറയുന്നു. കാലിത്തീറ്റയുടെയും വൈക്കോലിന്റെയും വില വിപണിയിൽ കുതിച്ചുയരുകയാണ്. 50 കിലോയുള്ള കാലിത്തീറ്റയ്ക്ക് 1300 മുതൽ 1400 രൂപ വരെ നൽകണം. കൂടാതെ ധാന്യപ്പൊടി, കാൽസ്യം ടോണിക് ഇവയെല്ലാം വാങ്ങാൻ വലിയ തുക തന്നെ ചെലവാകും. കടുത്ത ഉൽപാദന ചെലവ് കാരണം പശു വളർത്തൽ ഇപ്പോൾ വലിയ നഷ്ടത്തിലാണ്. ഇന്നലെ മുതലാണ് സംസ്ഥാനത്ത് പുതിയ പാൽ വില നിലവിൽ വന്നത്. ലിറ്ററിന് 4 രൂപയാണ് മിൽമ വർദ്ധിപ്പിച്ചത്. ഇതോടെ വിപണിയിൽ പാലിന് 60 രൂപ നൽകേണ്ടി വരും. വർദ്ധിപ്പിച്ച 4 രൂപയിൽ 3 രൂപ 35 പൈസ മാത്രമാണ് കർഷകർക്ക് ലഭിക്കുന്നത്. പാൽ വില കൂടുന്നതിന് അനുസരിച്ച് കാലിത്തീറ്റ വില ഇനിയും വർദ്ധിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. ഈ പശുക്കൾക്ക് ഉണ്ടാകുന്ന ഈ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഒന്ന് അസുഖങ്ങൾ, ചെന പിടിക്കായ്മ, കാലിത്തീറ്റയുടെ ഈ വിലവർദ്ധനവ്, കാലിത്തീറ്റ തന്നെ പല തരത്തിലുള്ള കാലിത്തീറ്റ. ഒന്ന് ഏറ്റവും കൂടിയ മുന്തിയ കാലിത്തീറ്റ, അതായത് കൂടുതൽ പാലിനുള്ള ഉൽപ്പാദനം പറയുന്നു. ഈ ഇടത്തരം പശുക്കൾ 10 ലിറ്റർ താഴെയുള്ള പശുക്കൾക്ക് മറ്റൊരു വിലയും അതിൻ്റെ വേറൊരു കാലിത്തീറ്റയുടെ ഇനം വരുന്നു. ഈ കറവയൊന്നുമില്ലാതെ മറ്റൊന്ന് വരുന്നു. ഇതിനെന്തൊക്കെയാണ് ശരിയാ? ഇതിനെല്ലാം സപ്ലിമെൻ്ററി ആയിട്ട് മറ്റ് ഈ കാൽസ്യം തുടങ്ങിയ ഈ ടോണിക്കുകളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഈ 10 ലിറ്ററിന് മുകളിലോട്ട് പാലുള്ള പശുക്കൾക്ക് കൂടിയ വിലയ്ക്ക് കാലിത്തീറ്റ വാങ്ങുമ്പോൾ അതിൻ്റെ പുറമെ ഈ സപ്ലിമെൻ്റ് അതിൽ അതിഭീകരമായ മരുന്ന് കമ്പനിക്കാരുടെ ഈ സപ്ലിമെൻ്റ് ഇങ്ങനെ ശുപാർശ ചെയ്ത് വരുമ്പം ഞങ്ങൾക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എങ്ങനെ ഇതെല്ലാം സപ്ലിമെൻ്റ് എല്ലാം കൊടുത്തുകൊണ്ട് ആദായകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് ഒരു നിശ്ചയമില്ല. ഉൽപാദന ചെലവ് കൂടിയിരിക്കുന്നതിനാൽ പാൽ വില വർധന ക്ഷീര കർഷകർക്ക് വേണ്ടവിധം പ്രയോജനം ചെയ്യുന്നില്ലെന്ന് അരവിന്ദപുരം ക്ഷീരോത്പാദക സംഘം പ്രസിഡന്റ് തോമസ് ഫിലിപ്പ് പറഞ്ഞു. കർഷകർക്ക് ഇപ്പോൾ അവർ 3 രൂപ 35 പൈസ കർഷകർക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ എന്നതാണെങ്കിലും ഈ പശു വളർത്ത് പലരും പിന്നോട്ട് പോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരാളെ കൊണ്ട് ഉള്ള കാര്യങ്ങൾ അവർ ഇപ്പോഴത്തെ കൂലിക്ക് ഒരു 1000-1500 രൂപ കൂലി കിട്ടും. വെളിയിൽ പണിക്ക് പോയാൽ ഒരു 2 പശുവിനെ വളർത്താൻ ഒരാളെ കൊണ്ട് സാധിക്കുകയില്ല. പുല്ല് പറിക്ക് പിന്നെ മറ്റ് കാര്യങ്ങൾക്ക് ആളുകളെ കിട്ടാനുമില്ല. അതുകൊണ്ട് പലരും ഇതിനകത്തുനിന്ന് പിന്തിരിയുക. പിന്നെ ഈ കാലിത്തീറ്റയുടെ വില കുറയുന്നില്ല, കച്ചിയുടെ വില കുറയുന്നില്ല, നിജമായിട്ട് നിൽക്കുന്നില്ല. പാൽവില കൂട്ടിയെങ്കിലും പാലിന്റെ ഉൽപാദന ചെലവ് കുറയ്ക്കാൻ കാലിത്തീറ്റയ്ക്ക് സബ്സിഡി അനുവദിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.